എല്ലാവർക്കും നമസ്കാരം. റിജീസ് ഹിയർ അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ IT ആൻഡ് സൈബർ ലോയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചാണ് പഠിച്ചു പോകുന്നത്. അതിൻ്റെ ഒന്നാമത്തെ പാർട്ടിൽ നാം IT ആക്ട് 2000 അതുപോലെ തന്നെ അതിൻ്റെ അമെൻമെൻറ്റ് ഭേദഗതിയെക്കുറിച്ചും അതോടൊപ്പം സൈബർ ക്രൈമുകൾ, വിവിധങ്ങളായ സൈബർ ക്രൈമുകളെക്കുറിച്ചും പറഞ്ഞു പോവുകയാണ്. ആദ്യം നമുക്ക് നേരെ IT ആക്ട് 2000 കടക്കാം. ഇൻഫർമേഷൻ ടെക്നോളജി, അതാണ് IT-യുടെ എക്സ്പാൻഡഡ് ഫോം. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 അത് എനാക്റ്റഡ് ആയത്, അതായത് പ്രസിഡൻറ്റ് ഒപ്പുവെച്ചത്, ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കിയതിനു ശേഷം പ്രസിഡൻറ്റ് ഒപ്പുവെക്കുമ്പോഴാണ് ഒരു നിയമം പാസ്സായി എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ച ദിവസമാണ് 2000 ജൂൺ 9. പക്ഷേ അത് നിലവിൽ വരുന്നത് 2000 ഒക്ടോബർ 17 അപ്പോൾ കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 17 ഒക്ടോബർ 2000. എനാക്ട് ചെയ്തത് 2000 ജൂൺ 9 അത് നിലവിൽ വന്നത് 2000 ഒക്ടോബർ 17 അപ്പോൾ നാം ഭരണഘടനയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആർട്ടിക്കിളുകളെക്കുറിച്ചും ഷെഡ്യൂളുകളെക്കുറിച്ചും പാർട്ടുകളെക്കുറിച്ചുമൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ IT ആക്ടിൽ ചാപ്റ്ററുകളും സെക്ഷനുകളും ഷെഡ്യൂളുകളുമുണ്ട്. ആദ്യം നിലവിൽ വരുമ്പോൾ 13 ചാപ്റ്ററുകളും അതിൽ 94 സെക്ഷനുകളും അതുപോലെ 4 ഷെഡ്യൂളുകളുമാണ് ഉണ്ടായിരുന്നത്. 13 ചാപ്റ്റേഴ്സ്, 94 സെക്ഷൻസ്, 4 ഷെഡ്യൂൾസ്. അതോടൊപ്പം ഈ നിയമം പാസ്സാകുന്നത് 2000 ഒക്ടോബറിലാണ് എന്ന് നാം കണ്ടു. പാസ്സായതും നിലവിൽ വന്നതും 2000 ആ സമയത്ത് പ്രസിഡൻ്റ് എന്ന് പറയുന്നത്, ഇതിൽ ഒപ്പുവെച്ച പ്രസിഡൻ്റ് നമ്മുടെ കേരളീയനായിട്ടുള്ള ഒരേ ഒരു പ്രസിഡൻ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് KR നാരായണനാണ് പ്രസിഡൻ്റ്. അതോടൊപ്പം തന്നെ ആ സമയം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ അഥവാ പ്രധാനമന്ത്രി AB വാജ്പേയി ആയിരുന്നു. അതും കൃത്യമായി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു അമെൻമെൻറ്റ് പിന്നീട് വരുത്തുന്നുണ്ട്. ഒരു നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നീട് ഭരണഘടനയ്ക്ക് ഭേദഗതി വരുത്തുവാനുള്ള അവകാശം പാർലമെൻറ്റിനുണ്ട്. അങ്ങനെ ഭരണഘടന ഭേദഗതിയെക്കുറിച്ച് IT ആക്ടിലെ ഭരണഘടന ഭേദഗതി പ്രകാരം നിലവിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് അടുത്തതായിട്ട് പരാമർശിക്കുന്നത്. അത് IT ആക്ട് 2008 എന്ന് അറിയപ്പെടും. IT ആക്ട് 2000 പക്ഷേ 2008 അമെൻമെൻറ്റ് വന്നു. അങ്ങനെ IT ആക്ട് 2008 അമെൻമെൻറ്റ് എന്ന് പറയപ്പെടുന്നു. ആക്ച്വലി IT ആക്ട് 2000 എന്നാണ് പറയുക. അമെൻമെൻറ്റ്, അതായത് ഭരണഘടന ഭേദഗതി വന്നത് 2008. ആ ഭേദഗതി ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കി രാഷ്ട്രപതി ഒപ്പിട്ടത് 23 ഡിസംബർ 2008. പക്ഷേ ആ ഭേദഗതിയോട് കൂടിയിട്ടുള്ള നിയമം പ്രാബല്യത്തിൽ വന്നത് അത് 2009 ഒക്ടോബർ 27. അങ്ങനെ ചാപ്റ്ററുകളുടെ എണ്ണം നേരത്തെ 13 ഉണ്ടായിരുന്നത് ഇപ്പോൾ 14 ചാപ്റ്ററുകളായി മാറി. ഒരു ചാപ്റ്റർ കൂടി. അതുപോലെ തന്നെ 94 സെഷനുകളാണ് നേരത്തെ ഉണ്ടായിരുന്നത്. 94 സെക്ഷനുകളാണ് ഉണ്ടായിരുന്നത്. അത് 30 കൂടെ കൂടി 124 സെക്ഷനുകളായിട്ട് മാറി. പക്ഷേ നിലവിലിപ്പോൾ സെക്ഷനുകളിൽ മാറ്റം വന്നു. 119 സെക്ഷനുകൾ മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. ഭേദഗതിയിലൂടെ 124 സെക്ഷനുകളായിട്ട് മാറിയിരുന്നു. പക്ഷെ നിലവിൽ 119 സെക്ഷനുകൾ മാത്രമേ ഉള്ളൂ. മുമ്പ് 4 ഷെഡ്യൂളുകളുണ്ടായിരുന്നത് ഇപ്പോൾ 2 ഷെഡ്യൂളായിട്ട് മാറി. അപ്പോൾ നിലവിൽ 14 ചാപ്റ്ററുകളും 119 സെക്ഷനുകളും 2 ഷെഡ്യൂളുകളുമാണ് IT നിയമത്തിൽ ഉള്ളത്. അപ്പോൾ കൃത്യമായും നമ്മൾ എന്ത് പഠിക്കണം? ഈ IT ആക്ട് 2000 അത് രാഷ്ട്രപതി ഒപ്പിട്ടതും നിലവിൽ വന്നതും അതിൻ്റെ ചാപ്റ്ററുകൾ, സെക്ഷനുകൾ, ഷെഡ്യൂളുകളുടെ എണ്ണത്തെക്കുറിച്ചിട്ട് ബോധ്യമുണ്ടാകണം. 2008 നടന്ന ഭേദഗതി പ്രകാരം വന്ന മാറ്റങ്ങളെക്കുറിച്ചിട്ടും കൃത്യമായ ധാരണയുണ്ടാകണം. ഇനി IT ആക്ട് 2000 വളരെ സുപ്രധാനമായ മുൻകാല പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുള്ള കുറച്ച് സെക്ഷനുകൾ നമുക്ക് പഠിച്ചു പോകാം. അതിൽ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് 66 ആണ്. ഹാക്കിങ്ങിനെ കുറിച്ചാണ് സെക്ഷൻ 66 പറഞ്ഞിരിക്കുന്നത്.
അതുപോലെ സെക്ഷൻ 66A വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആർട്ടിക്കിളാണ്. സെൻഡിങ് ഒഫൻസീവ് മെസ്സേജസ് എന്നുള്ളതായിരുന്നു. ഇപ്പോൾ നിലവിലത് ഇല്ല. സുപ്രീം കോടതി അത് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. എപ്പോഴാണ് ഡിലീറ്റ് ചെയ്തത്? 2015 മാർച്ച് 24. എങ്ങനെയാണിത് ഡിലീറ്റ് ചെയ്യപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്? അത് ശ്രേയ സിംഗ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പെറ്റീഷൻ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തു. സെൻഡിങ് ഒഫൻസീവ് മെസ്സേജസ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കേസുകൾ എടുക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട്, അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സെക്ഷൻ 66A ഡിലീറ്റ് ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. IT ആക്ടിലെ സെക്ഷനുകളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇതും നാം പഠിച്ചു വെക്കണം. കാരണം ഈ അടുത്ത് 2015 മാറ്റിയത്, ഡിലീറ്റ് ചെയ്തത് അത് സെക്ഷൻ 66 ആണ്. ഇനി 66B റിസീവിങ് സ്റ്റോളൻ കമ്പ്യൂട്ടേഴ്സ് ഓർ റിസോഴ്സസ്, അതായത് മോഷ്ടിച്ച കമ്പ്യൂട്ടറുകളും മറ്റ് കമ്പ്യൂട്ടർ അനുബന്ധ സാധനങ്ങളും റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ, അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതും സെക്ഷൻ 66B പ്രകാരം കുറ്റകരമാണ്. അതുപോലെ 66C ഉണ്ട്, ഐഡൻറ്റിറ്റി തെഫ്റ്റ് ആണ്. 66D ഉണ്ട്, ചീറ്റിംഗ് ബൈ പേഴ്സണേറ്റിംഗ് ആണ്. 66E ഉണ്ട്, വയലേഷൻ ഓഫ് പ്രൈവസിയാണ്, പ്രൈവസിയുടെ വയലേഷനാണ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സെക്ഷൻ 66F സൈബർ ടെററിസം. ഈ സെക്ഷനുകളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാകണം. 66 കണക്ട് ചെയ്തിട്ടുള്ള സെക്ഷനുകളെക്കുറിച്ചാണ് പറഞ്ഞത്. 66 ഹാക്കിംഗ്, 66A ഡിലീറ്റ് ചെയ്തതാണ് സെൻഡിങ് ഒഫൻസീവ് മെസ്സേജസ്, 66B റിസീവിങ് സ്റ്റോളൻ കമ്പ്യൂട്ടേഴ്സ് ഓർ റിസോഴ്സസ്, 66C ഐഡൻറ്റിറ്റി തെഫ്റ്റ്, 66D ചീറ്റിംഗ് ബൈ പേഴ്സണേറ്റിംഗ്, 66E വയലേഷൻ ഓഫ് പ്രൈവസി, 66F സൈബർ ടെററിസം. ഇനി കുറച്ചുകൂടെ സെക്ഷനുകളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. സെക്ഷൻ 43 അത് വൈറസ് അറ്റാക്കിനെ കുറിച്ച്. വൈറസ് അറ്റാക്കോ അതുപോലെ തന്നെ കമ്പ്യൂട്ടറുകൾക്ക് ഡാമേജ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള എല്ലാറ്റിനെയും സെക്ഷൻ 43 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെക്ഷൻ 66മായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി നമ്മൾ 67മായി ബന്ധപ്പെട്ട കാര്യമാണ്. 67 പറയുന്നത് പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് ഒബ്സീൻസ്, അതായത് അശ്ലീലമായ മെറ്റീരിയലുകൾ പബ്ലിഷ് ചെയ്യുന്നതോ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതോ സെക്ഷൻ 67 പ്രകാരം കുറ്റകരമാണ് എന്നുള്ളതാണ്. അതുപോലെ 67A പറഞ്ഞിരിക്കുന്നത് സൈബർ പോണോഗ്രാഫിയെക്കുറിച്ചാണ്. അതുപോലെ സെക്ഷൻ 67B പറഞ്ഞിരിക്കുന്നത് ചൈൽഡ് പോണോഗ്രാഫിയെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ 66മായി ബന്ധപ്പെട്ടത് നേരത്തെ പഠിച്ചു. അതുകൊണ്ട് കൂടെ 43 എന്നുള്ളത് വൈറസ് അറ്റാക്കുമായി ബന്ധപ്പെട്ട സെക്ഷൻ പഠിച്ചു. അതുപോലെ 67 അതിൻ്റെ കണക്റ്റായിട്ടുള്ളത്, അത് അശ്ലീല മെറ്റീരിയലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 67A സൈബർ പോണോഗ്രാഫിയാണ്. അതിൽ 67B ചൈൽഡ് പോണോഗ്രാഫി എടുത്തു പറഞ്ഞിരിക്കുകയാണ് ഉള്ളത്. ഇത്രയുമാണ് IT ആക്ടിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട പഠിക്കേണ്ട സെക്ഷനുകൾ. മുൻകാല ചോദ്യപേപ്പറുകളിൽ വന്നിട്ടുണ്ടായിരുന്ന സെക്ഷനുകളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനുകളാണ്. ഇതൊക്കെ 124 സെക്ഷനുകളാണ് ഭേദഗതി പ്രകാരം ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു. 119ഓളം സെക്ഷനുകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് സെക്ഷനുകളാണ് ഇവിടെ പറഞ്ഞു പോയിട്ടുള്ളത്. ഇത് കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഇനി നമുക്ക് സൈബർ ക്രൈമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാം. ക്രൈം എന്താണെന്ന് നമുക്കറിയാം അല്ലേ? കുറ്റകൃത്യം എന്നുള്ളതാണ് ക്രൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സൈബർ ക്രൈം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഇത് കണക്ട് ചെയ്തുകൊണ്ടുള്ള ക്രൈമുകൾ. വേണമെങ്കിൽ ഈ പറയുന്ന കമ്പ്യൂട്ടറിനെ ഒരു ആയുധമായി ഉപയോഗിക്കുന്ന ക്രൈമുകളും സൈബർ ക്രൈമാണ്. അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനോട് ചെയ്യുന്ന, ഒരാൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിലേക്ക് നാം ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെയും സൈബർ ക്രൈമിൻ്റെ ഭാഗമായിട്ട് കണക്കിലെടുക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട കുറേയധികം ക്രൈമുകളെക്കുറിച്ച് നമുക്കൊന്ന് പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. എല്ലാവരും ഒരുപാട് കേട്ടിട്ടുള്ള ഒരു പദപ്രയോഗമാണ് ഹാക്കിംഗ് എന്നുള്ളത്. എന്താണ്
ഗെയിനിങ് അൺഓതറൈസ്ഡ് ആക്സസ് ടു കമ്പ്യൂട്ടർ ഓർ നെറ്റ്വർക്ക് റിസോഴ്സസ് എന്നാണ് പറയുന്നത്. അൺഓതറൈസ്ഡ് ആക്സസ്, ഒരാളുടെ സമ്മതമില്ലാതെ നുഴഞ്ഞു കയറുക എന്ന് തന്നെ നമുക്ക് പറയാം. അയാളുടെ കമ്പ്യൂട്ടറിലേക്ക് അയാൾ പാസ്വേഡൊക്കെ വെച്ച് ലോക്കാക്കിയിരിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് അയാളുടെ സമ്മതമില്ലാതെ പാസ്വേഡ് എങ്ങനെയെങ്കിലും മനസ്സിലാക്കി ആ കമ്പ്യൂട്ടറിലേക്ക് നുഴഞ്ഞു കയറുക. മൊബൈൽ ഫോണിൽ പാറ്റേൺ ലോക്കൊക്കെ ആക്കിയിട്ടും ആ ലോക്കൊക്കെ മനസ്സിലാക്കി നുഴഞ്ഞു കയറുക, അതൊക്കെ ഹാക്കിങ്ങിൻ്റെ ഭാഗം തന്നെയാണ്. അല്ലെങ്കിൽ മറ്റുള്ള വല്ല പ്രോഗ്രാമും മറ്റും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാസ്വേഡും മറ്റും മനസ്സിലാക്കി വേറൊരു ലൊക്കേഷനിൽ നിന്ന് ഇതിനെ ഹാക്ക് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആക്സസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഈ ഹാക്കിങ്ങിനെ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്നും ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്നും ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്നും. അതായത് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത് അത് അത്ര കുറ്റകൃത്യമായിട്ടുള്ളതല്ല. അത് പ്രൊഫഷണലിസത്തിൻ്റെ ഭാഗമായിട്ട് പഠനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെയുള്ള ഹാക്കിങ്ങിനെയാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് വിളിക്കുന്നത്. ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഗൗരവം കൂടിയ തരത്തിലുള്ള ഹാക്കാണ്. പക്ഷേ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ക്രിമിനൽ ആയിട്ടുള്ള ഹാക്കിങ്ങിനെയാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഹാക്കിംഗ് എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ചിലപ്പോൾ ഈ രീതിയിൽ ഗെയിനിങ് അൺഓതറൈസ്ഡ് ആക്സസ് ടു കമ്പ്യൂട്ടർ ഈസ് നോൺ ആസ് എന്ന് പറഞ്ഞിട്ട് വിവിധങ്ങളായ ഓപ്ഷനുകൾ കൊടുക്കും. അതിൽ ഹാക്കിംഗ് ഉണ്ടാകും. അപ്പോൾ ഹാക്കിംഗ് ആണ് ഉത്തരം. അടുത്തത് സ്പാമിംഗ്. നമുക്കറിയാവുന്നതാണ്, മെയിലുകളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് സ്പാം എന്ന് പറയുന്നൊരു സെക്ഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലേ. നമുക്ക് ആവശ്യമില്ലാതെ വെറുതെ ഒരുപാട് ആൾക്കാർക്ക് ഒരു റിസോഴ്സിൽ നിന്ന് അയക്കുന്ന മെയിലുകൾ ഉണ്ടാകും. അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടോ മറ്റൊക്കെ ആയിട്ട് അയക്കുന്ന മെയിലുകളെയാണ് നമ്മൾ സ്പാം എന്ന് പറയാറുള്ളത്. ഒരു സ്ഥലത്ത് നിന്ന് ഒരുപാട് ആൾക്കാർക്ക് അയക്കുമ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ സ്പാമിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്പാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻഡിങ് അൺസോളിസിറ്റഡ് ഇമെയിൽസ് ടു മെനി പീപ്പിൾ, അതിനെയാണ് സ്പാമിംഗ് എന്ന് പറയുന്നത്. ഒരുപാട് ആളുകളിലേക്ക് ഒരേ മെയിൽ തന്നെ അയക്കുന്നു. അപ്പോൾ അത് സ്പാമിങ്ങിൽ പെടും. ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെയിലായിരിക്കും, അത് ഒരുപാട് പേർക്ക് അയക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് സ്പാമിലേക്ക് പോകുന്ന ഒരു നില ഉണ്ടാകും. അതുപോലെ കണക്ട് ചെയ്യുന്ന മറ്റൊന്നാണ് ഇമെയിൽ ബോംബിംഗ് എന്ന് പറയുന്നത്. അതെന്താണ്? ഒരാളുടെ മെയിലിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് മെയിലുകൾ അയച്ച് അങ്ങനെ അവരുടെ ഇമെയിലിൻ്റെ കപ്പാസിറ്റി ഫുള്ളായി അത് ജാമാകുന്നൊരു സ്ഥിതി ഉണ്ടാകും. അതിനെയാണ് ഇമെയിൽ ബോംബിംഗ് എന്ന് പറയുന്നത്. സെൻഡിങ് മെനി ഇമെയിൽസ് ടു ദ വിക്ടിം ടു ക്രാഷ് ഹിസ് സെർവർ. മൊബൈലിലേക്കായാലും നമുക്ക് നോക്കാം, ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അയച്ച് ആ മെസ്സേജിൻ്റെ കപ്പാസിറ്റി ഫുള്ളായി ആ ഫോൺ ഒരു ഹാക്ക് ആകുന്നൊരു നിലയിലേക്ക് വരുന്ന അതിനെയും ബോംബിംഗ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇമെയിൽ ബോംബിങ്ങിൻ്റെ ഭാഗമായിട്ട് കണക്ട് ചെയ്യാം. അപ്പം സ്പാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഒരു അൺസോളിസിറ്റഡ് മെയിലുകൾ അയക്കുന്നതിനെയാണ് സ്പാമിംഗ്. പക്ഷേ ഒരാളിലേക്ക് തന്നെ ഒരുപാട് മെയിലുകൾ അയച്ച് അദ്ദേഹത്തിൻ്റെ സെർവറിനെ ക്രാഷ് ആക്കുന്നതിനെയാണ് നമ്മൾ ഇമെയിൽ ബോംബിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ഒന്നുകൂടിയുണ്ട് ഇമെയിൽ സ്പൂഫിംഗ് എന്ന് പറയുന്നത്. ഇതെന്താണ്? ഇമെയിൽ സ്പൂഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൂഫിംഗ് ആണ്. അതായത് ഞാനൊരു മെയിൽ അയക്കുന്നു, പക്ഷേ അത് വേറൊരു സ്ഥലത്ത് നിന്ന് അയക്കുന്നു എന്ന രീതിയിൽ. ഞാനൊരു മെയിൽ അയക്കുന്നു, അത് ഞാനൊരു മിനിസ്ട്രിയിൽ നിന്ന് അയക്കുന്നു എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ച് അയക്കുന്നതിനെയാണ് സ്പൂഫിംഗ് എന്ന് പറയുന്നത്. സെൻഡിങ് ഇമെയിൽസ് വിച്ച് എപ്പിയർ ടു ബി ഒറിജിനേറ്റഡ് ഫ്രം വൺ സോഴ്സ് വെൻ ഇറ്റ് ഈസ് ആക്ച്വലി സെൻഡ് ബൈ അനദർ സോഴ്സ്. വേറെ ഏതോ സോഴ്സിൽ നിന്നാണ് അയക്കുന്നത്, പക്ഷേ അയാളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ ഒരു വഴിക്കാണ് മെയിൽ അയച്ചിട്ടുള്ളത് എന്നുള്ളത്. അതിനുള്ളൊരു എക്സാമ്പിളാണ് പറഞ്ഞത്. ഞാനാണ് മെയിൽ അയക്കുന്നുണ്ടാവുക, പക്ഷെ ഞാൻ ഏത് രീതിയിലാണ് സ്പൂഫ് ചെയ്ത് മിനിസ്ട്രിയുടെ മെയിലാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അയക്കുന്നതിനെയാണ് ഇമെയിൽ സ്പൂഫിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്നൂപ്പിംഗ് എന്നാണ് എന്ന് നോക്കാം. സ്നൂപ്പിംഗ്, കളക്ടിങ് അതർ യൂസേഴ്സ് ഡാറ്റ ഓർ ഫയൽസ് വിത്തൗട്ട് ദെയർ നോളജ്. അതിനെയാണ് സ്നൂപ്പിംഗ് എന്ന് പറയുന്നത്. ഒരാളുടെ കയ്യിലുള്ള ഡാറ്റയെ അല്ലെങ്കിൽ ഫയലിനെ അയാളുടെ സമ്മതമില്ലാതെ കൈക്കലാക്കുന്നതിനെയാണ് സ്നൂപ്പിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പല സിനിമകളിലും കണ്ടിട്ടുണ്ടാകും, വലിയ വലിയ ബിസിനസ് മാനെയൊക്കെ വശീകരിച്ച് അവിടെ കൊണ്ടുപോയി മയക്കി മദ്യമൊക്കെ കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ലാപ്പിൽ നിന്ന് പെൻഡ്രൈവിലേക്ക്
അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഡാറ്റയും ഫയലുമൊക്കെ പെൻ ഡ്രൈവിലേക്ക് കോപ്പി ചെയ്യുന്നൊരു സംവിധാനം നാം പല സിനിമകളിലും കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്നൂപ്പിംഗ് എന്ന് പറയുന്നത്. അതൊരു സ്നൂപ്പിംഗ് ആണ്. ഇനി അടുത്തതാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം PHISHING എന്നാണെങ്കിലും സാധാരണ ഫിഷിംഗ് എന്ന് ഓർത്താലും നമുക്കിത് പെട്ടെന്ന് നമുക്ക് കിട്ടും. എന്താണ്, നാം എങ്ങനെയാണ് മീനെ പിടിക്കുക? ഒരു ഇര കോർത്ത് വെള്ളത്തിലിട്ട് ആ ഇര കാണുമ്പോൾ മീനിന് എന്ത് തോന്നും? അത് എൻ്റെ ഇരയാണ് എന്ന് തോന്നി അത് ഭക്ഷണം ആണെന്ന് കരുതി കഴിക്കാൻ പോകുമ്പോൾ അതിൻ്റെ ഹൂക്ക് കൊണ്ട് മീനിനെ നമ്മൾ പിടിക്കുന്നൊരു രീതി. അതേപോലെ തന്നെ ഒരാൾക്ക് മെയിൽ അയക്കുകയാണ്. അത് മറ്റുള്ളവരുടെ പല ഇൻഫർമേഷനും കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അയക്കുന്ന മെയിലുകളെ അതിനെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നാം മൊബൈലിൻ്റെ കേസ് തന്നെ എടുക്കാം. മൊബൈലിൽ വിവിധങ്ങളായ മെസ്സേജുകൾ നമ്മുടെ ഭാഗത്തേക്ക് വരാറുണ്ട് അല്ലേ. ഇത്ര രൂപ നിങ്ങൾക്ക് അടിച്ചിരിക്കുന്നു, അത് എൻ്റെ ഇരയാണല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യൂ? ഈ പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ ഡാറ്റാസ് അവർ കളക്ട് ചെയ്യുകയാണ്. അപ്പോൾ വേണമെങ്കിൽ അതിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറയും. ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക വഴി ആ അക്കൗണ്ട് നമ്പറും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആർക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഈ പറയുന്ന മറ്റേ സൈഡിലിരിക്കുന്ന മെയിൽ സെൻഡ് ചെയ്ത ആൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫിഷിംഗ് എന്ന് പറയുന്നത്. ഫ്രോഡുലന്റ് അറ്റംപ്റ്റ് യൂഷ്വലി സെൻഡിങ് ഇമെയിൽസ് ടു സ്റ്റീൽ പേഴ്സണൽ ഓർ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഓഫ് റിസീപ്റ്റ്. അതിനെയാണ് നമ്മൾ ഫിഷിംഗ് എന്ന് പറയുന്നത്. ഫിഷിങ്ങിൻ്റെ 2 വിധം നമുക്ക് പറയാം. ഒന്ന് വോയിസ് കൊണ്ടുള്ള, ഫോൺ വിളിച്ചുകൊണ്ട് ഫിഷിംഗ് നടത്തുന്നതിനെയാണ് വിഷിംഗ് എന്ന് നമ്മൾ പറയുന്നത്. രണ്ടാമത്തേത് SMS അയച്ചുകൊണ്ട്, മൊബൈൽ SMS അയച്ചുകൊണ്ട് ഫിഷിംഗ് നടത്തുന്നതിനെയാണ് നമ്മൾ സ്മിഷിംഗ് എന്ന് പറയുന്നത് അല്ലേ. വോയിസിൻ്റെ V കൊടുത്തു, SMS-ൻ്റെ S കൊടുത്തു, അങ്ങനെ വിഷിങ്ങും സ്മിഷിങ്ങുമായി. അത് ഫിഷിങ്ങിൻ്റെ വിവിധ കാറ്റഗറിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തതാണ് സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത്. മൊബൈലോ ഇൻ്റർനെറ്റോ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ത്രട്ടനിങ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നാം ഒരാളെ വിളിച്ച് വല്ലാതെ അങ്ങ് ഭീഷണിപ്പെടുത്തുന്നതിനെ, സാധാരണ ഭീഷണിപ്പെടുത്തുന്നു എന്ന് നേരിട്ട് ഭീഷണിപ്പെടുത്തുമ്പോൾ അത് IPC സെക്ഷൻ പ്രകാരമുള്ള കേസുകളാകും. അതോടൊപ്പം തന്നെ ഈ വിളി ഫോൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് മുഖാന്തരം വാട്സപ്പ് മെസ്സേജായോ മെയിലായോ ഒക്കെ ത്രട്ടനിങ് നടത്തുന്നതിനെ നമ്മൾ സൈബർ ക്രൈമിൻ്റെ കാറ്റഗറിയിൽപ്പെടുത്തും. അതിനെയാണ് സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സൈബർ സ്ക്വാറ്റിംഗ് എന്ന് പറയുന്ന, അതുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാവുന്നത് കൊണ്ടാണ് സൈബർ സ്ക്വാറ്റിംഗ് ഇവിടെ പറയുന്നത്. അതെന്താണ്? രജിസ്റ്ററിങ് എ കമ്പനീസ് അഡ്രസ് ഫോർ സെല്ലിംഗ് ഇറ്റ് ഓർ മേക്കിംഗ് പ്രോഫിറ്റ് ഫ്രം ഇറ്റ്. അതായത് ഒരു കമ്പനിയുടെ അഡ്രസ്സ് വെറുതെ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേറെ ഏതെങ്കിലും സാധനം വിൽക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതിനെയാണ് സൈബർ സ്ക്വാറ്റിംഗ് എന്ന് നാം വിശേഷിപ്പിക്കുന്നത്. അടുത്തത് പൈറസി. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് പൈറസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമ്മൾ കൃത്യമായിട്ട് കേൾക്കാറുള്ളത് സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പൈറസി എന്നത് നാം കൂടുതലായിട്ട് കേട്ടിട്ടുണ്ടാവുക. അത് ഇല്ലീഗൽ കോപ്പിയിങ് ഓർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോപ്പിറൈറ്റഡ് സോഫ്റ്റ്വെയർ എന്നുള്ളതാണ്. അത് സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അത് പൈറസിയാണ്. അതെന്താണ്? നാം ഒരു സോഫ്റ്റ്വെയർ ആരെങ്കിലും ഡെവലപ്പ് ചെയ്തതിനെ അതിൻ്റെ ക്രാക്ക്ഡ് വേർഷനോ അല്ലെങ്കിൽ കീയൊന്നും ഉപയോഗിക്കാതെ ഉപയോഗിക്കുന്നതിനെയാണ് നാം എന്ത് പറയുന്നത്? പൈറസി എന്ന് പറയുന്നത്. ഒരു കോപ്പിറൈറ്റഡ് സോഫ്റ്റ്വെയർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ നമ്മുടെ വിൻഡോസ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പലരും തന്നെ അതിൻ്റെ ക്രാക്ക്ഡ് വേർഷൻസാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ടതായാലും അഡോബുമായി ബന്ധപ്പെട്ടതായാലും അതൊക്കെ നമ്മളതിൻ്റെ കോപ്പിറൈറ്റ് കൊണ്ട് റിസർവ്ഡ് ആണ്. പക്ഷേ എങ്കിലും നമ്മൾ അതിൻ്റെ ക്രാക്ക്ഡ് വേർഷനാണ് ഉപയോഗിക്കുന്നത്. അത് പൈറസിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സൈബർ ക്രൈമാണ്. അടുത്തത് IPR വയലേഷൻ എന്നുള്ളതാണ്. IPR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, അതായത് പേറ്റൻറ്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്കൊക്കെയുള്ള കാര്യങ്ങളെ വേറൊരു രീതിയിൽ ഉപയോഗിക്കുന്നതിനെ, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പേറ്റൻറ്റ് നേടിക്കഴിഞ്ഞാൽ അത് വേറൊരാൾക്ക് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. കോപ്പിറൈറ്റ് എടുത്തു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ആയിക്കഴിഞ്ഞാലും എന്ത് തന്നെയാണെങ്കിലും കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ അത്
റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് പറ്റില്ല. ട്രേഡ് മാർക്കുള്ളതിനെ അതിനെ വേറെ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. അതൊക്കെ IPR വയലേഷൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അടുത്തതാണ് പ്ലാഗരിസം എന്ന് പറയുന്നത്. പ്ലാഗരിസം നമ്മൾ കേട്ടിട്ടുണ്ടാവുക, ഈ പറയുന്ന പേപ്പർ പ്രസൻറ്റേഷനൊക്കെയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു സബ്മിഷൻ നടത്തുമ്പോൾ നാം ഒരു പേപ്പർ എവിടെയെങ്കിലും ഒരു നാഷണൽ കോൺഫറൻസിലോ ഏതെങ്കിലും കോൺഫറൻസിൽ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരേപോലുള്ള കണ്ടൻറ്റുകൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ പ്ലാഗരിസം എറർ ഉണ്ട് എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യും. അതായത് ഒരാൾ ചെയ്ത വർക്കിനെ ഉപയോഗിക്കുന്നതിനെ തടയുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാഗരിസം ചെക്ക് ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം പ്ലാഗരിസം ഈസ് എ പ്രാക്ടീസ് ഓഫ് ടേക്കിംഗ് അതേഴ്സ് വർക്ക് ഓർ ഐഡിയാസ് ആൻഡ് പാസിങ് ദം ആസ് വൺസ് ഓൺ വർക്ക്. വേറെ ആരോ ചെയ്ത വർക്കിനെ എൻ്റെ വർക്കാണ് എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ പ്ലാഗരിസം എന്ന് പറയുന്നത്. അത് നാം ഒരു ബുക്ക് ആരെങ്കിലും എഴുതിയതിനെ അത് കോപ്പി ചെയ്ത് അവിടെ ഇവിടെയൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഉപയോഗിക്കുന്നതിനെ നമ്മൾ പ്ലാഗരിസം എന്ന് പറയും. അത് സൈബർ ക്രൈമിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അടുത്തതാണ് പാസ്വേഡ് സ്നിഫർ എന്ന് പറയുന്നത്. അതെന്താണ്? നാം ഒരു പ്രോഗ്രാം അയച്ചിട്ട് ഒരാളുടെ സിസ്റ്റത്തിലേക്ക് ഒരു പ്രോഗ്രാം കൊടുത്ത് അയാൾ ആ സിസ്റ്റം യൂസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പാസ്വേഡ് കോപ്പി ചെയ്യുന്ന ഒരു സംവിധാനത്തെയാണ് പാസ്വേഡ് സ്നിഫർ എന്ന് പറയുന്നത്. ആ വേർഡ് കൃത്യമായിട്ട് പഠിക്കണം. പാസ്വേഡ് അതിൻ്റെ കൂടെ വേറെ കുറേ വേർഡുകൾ തന്നിട്ട് ഓപ്ഷനിൽ തന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. അപ്പോൾ കൃത്യമായി മനസ്സിലാക്കുക, പാസ്വേഡ് സ്നിഫർ. ഇത് ഈ പറയുന്ന നമ്മുടെ കമ്പ്യൂട്ടർ സെൻറ്ററുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഈ രീതിയിൽ ചിലപ്പോൾ പ്രോഗ്രാമുകൾ ചെയ്ത് നാം എൻ്റർ ചെയ്യുന്ന പാസ്വേഡ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് അവർ കോപ്പി ചെയ്യുന്ന സംവിധാനമുണ്ടെങ്കിൽ അത് സൈബർ ക്രൈമാണ്. അത് പാസ്വേഡ് സ്നിഫർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. അടുത്തതാണ് ഡാറ്റ ഡിഡ്ലിംഗ് എന്ന് പറയുന്നത്. ഒരാളുടെ സമ്മതമില്ലാതെ അവരുടെ ഡാറ്റയെ ആൾട്ടർ ചെയ്യുന്നതിനെയാണ് ഡാറ്റ ഡിഡ്ലിംഗ് എന്ന് പറയുന്നത്. ഒരാൾ യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ അതിനെ ആൾട്ടർ ചെയ്തുകൊണ്ട് ഒന്നുകിൽ അയാളിലേക്ക് തന്നെ അല്ലെങ്കിൽ വേറൊരാളിലേക്ക് സെൻഡ് ചെയ്യുമ്പോൾ ആൾട്ടറേഷൻ വരുത്തി ചെയ്യുന്ന ക്രൈമിനെയാണ് നമ്മൾ ഡാറ്റ ഡിഡ്ലിംഗ് എന്ന് പറയുന്നത്. ഡാറ്റ ഡിഡ്ലിംഗും ഒരു സൈബർ ക്രൈമാണ്. അടുത്തൊരു ക്രൈമാണ് പോണോഗ്രാഫി എന്ന് പറയുന്നത്. നാം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോണോഗ്രാഫിയുടെ സെഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് പോണോഗ്രാഫി എന്ന് പറയുന്നത്? 67A അതുപോലെ തന്നെ ചൈൽഡ് പോണോഗ്രാഫിയിൽ വരുന്ന 67B കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ വിശകലനം ചെയ്തിട്ടുണ്ടായിരുന്നു. 67A സൈബർ പോണോഗ്രാഫിയാണ്, 67B ചൈൽഡ് പോണോഗ്രാഫിയാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ വിശദീകരിച്ചതാണ്. അതെന്താണ്? പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് ഓർ പ്രൊഡ്യൂസിങ് ഒബ്സെൻസ് മെറ്റീരിയൽ, എക്സാമ്പിൾ സെക്ഷൽ ആയിട്ടുള്ളത്, യൂസിങ് കമ്പ്യൂട്ടർ ഓർ വെബ്സൈറ്റ്, അതിനെയാണ് പോണോഗ്രാഫി എന്ന് പറയുന്നത്. അതിൽ ചൈൽഡ് ഇൻക്ലൂഡഡ് ആകുന്നുണ്ടെങ്കിൽ അതിനെ ചൈൽഡ് പോണോഗ്രാഫി എന്ന് പറയും. രണ്ടും സൈബർ ക്രൈം തന്നെയാണ്. അടുത്തതാണ് DOS അറ്റാക്ക് എന്ന് പറയുന്നത്. ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾക്കുള്ള നെറ്റ്വർക്ക് പ്രൊവൈഡറായിട്ടുള്ള എയർടെല്ലോ വോഡാഫോണോ ഐഡിയയോ ജിയോയോ അവരാരെങ്കിലും നാം ഒരു ഓഫർ പർച്ചേസ് ചെയ്യുന്നു. 2 GB ഡാറ്റ പെർ ഡേ ആണ്. പക്ഷേ എനിക്ക് 1.5 GB മാത്രമേ അവർ തരുന്നുള്ളൂ. എനിക്ക് അവകാശപ്പെട്ടിട്ടുള്ള ഡാറ്റ അവർ തരാതിരിക്കുന്നു, സർവീസ് എനിക്ക് തരാതിരിക്കുന്നു. അതിനെയാണ് നമ്മൾ ഡിനയൽ ഓഫ് സർവീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും മീൻസിൽ നമ്മുടെ സർവീസിനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്ന സംവിധാനത്തെയും നമ്മൾ ഡിനയൽ ഓഫ് സർവീസ് അഥവാ DOS എന്ന് പറയാറുണ്ട്. എ സൈബർ അറ്റാക്ക് ഇൻ വിച്ച് എ പെർട്ടിക്കുലർ സർവീസ് ബിക്കംസ് അൺഅവൈലബിൾ ടു സംവൺ ഹു ഈസ് ഓതറൈസ്ഡ് ടു യൂസ് ഇറ്റ്. ഒരാൾക്ക് ഓതറൈസ്ഡ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സർവീസിനെ ഏതെങ്കിലും രീതിയിൽ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആക്കുന്നതിനെയാണ് നമ്മൾ DOS അഥവാ ഡിനയൽ ഓഫ് സർവീസ് എന്ന് പറയുന്നത്. എനിക്ക് ഒരു ലോഗിൻ ID ഞാൻ പർച്ചേസ് ചെയ്യുക വഴി ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിലേക്ക് എന്തെങ്കിലും അറ്റാക്ക് നടത്തിക്കൊണ്ട്, സൈബർ അറ്റാക്ക് നടത്തിക്കൊണ്ട് എനിക്കതിൽ കയറാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടാക്കുന്നതിനെ നമ്മൾ ഡിനയൽ ഓഫ് സർവീസ് അഥവാ DOS എന്ന് പറയാറുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സൈബർ ക്രൈമുകൾ. നമ്മൾ ഒരുപാട് സൈബർ ക്രൈമുകളെക്കുറിച്ച്
പറഞ്ഞു, ഹാക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു, സ്പാമിങ്ങിനെ കുറിച്ച് പറഞ്ഞു, ഇമെയിൽ ബോംബിങ്ങിനെ കുറിച്ച് പറഞ്ഞു, ഇമെയിൽ സ്പൂഫിങ്ങിനെ കുറിച്ച് പറഞ്ഞു, സ്നൂപ്പിങ്ങിനെ കുറിച്ച് പറഞ്ഞു, ഫിഷിങ്ങിനെ കുറിച്ച് പറഞ്ഞു, ഫിഷിങ്ങിൻ്റെ 2 കാറ്റഗറിയായ വിഷിങ്ങും സ്മിഷിങ്ങിനെയും കുറിച്ച് പറഞ്ഞു, സൈബർ സ്റ്റോക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു, സൈബർ സ്ക്വാറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു, പൈറസിയെക്കുറിച്ച് പറഞ്ഞു, IPR വയലേഷനെ കുറിച്ച് പറഞ്ഞു, പ്ലാഗാരിസത്തെക്കുറിച്ച് പറഞ്ഞു, പാസ്വേഡ് സ്നിഫറിനെ കുറിച്ച് പറഞ്ഞു, ഡാറ്റ ഡിഡ്ലിങ്, പോണോഗ്രഫി, അതുപോലെ തന്നെ ഡിനയൽ ഓഫ് സർവീസ് തുടങ്ങിയിട്ടുള്ള സൈബർ ക്രൈമുകളെക്കുറിച്ച് പഠിച്ചു. അതോടൊപ്പം തന്നെ IT ആക്റ്റും 2000, അതുപോലെ തന്നെ IT ആക്റ്റിൽ വരുത്തിയ അമെൻമെൻറ്റ് 2008 വിവിധങ്ങളായ സെക്ഷനുകളെക്കുറിച്ചും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇതാണ് IT ആക്റ്റും സൈബർ ക്രൈമുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട വസ്തുതകൾ. ഇത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവുക. ഇതിൽ നിന്ന് 2-3 ചോദ്യം നമുക്ക് പല പരീക്ഷകളിലും പ്രതീക്ഷിക്കാം. അതോടൊപ്പം ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ തുടർച്ചയെന്നോണം മറ്റുള്ള IT-യുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെമ്മറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ബേസിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ വിവിധങ്ങളായിട്ടുള്ള ഫാദർ ഓഫ് കമ്പ്യൂട്ടർ പോലുള്ള ബേസിക് ഇൻഫർമേഷൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള IT ആൻഡ് സൈബർ ലോയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവിധങ്ങളായ കാര്യങ്ങൾ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇൻ്റർനെറ്റ്, ഇവയെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഉള്ള ക്ലാസ്സുകൾ അടുത്തു തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ ക്ലാസ്സുകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഇതേവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. കൃത്യമായിട്ട് ഈ ക്ലാസ്സുകളെ ഫോളോ ചെയ്യുക. IT ആൻഡ് സൈബർ ലോയുമായി ബന്ധപ്പെട്ട് വിവിധ പരീക്ഷകൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യും. അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ടത് ഈ ഒരു സംരംഭം, അതായത് സൈബർ ലോ ആൻഡ് IT-യുമായി ബന്ധപ്പെട്ട പാർട്ടുകളായ ക്ലാസ്സുകളോടൊപ്പം തന്നെ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളും പോകുന്നുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്കുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ അത് കൃത്യമായി കണ്ട് പഠിച്ച് മുന്നോട്ട് പോവുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനൊക്കെ ഈ ചാനലിനകത്ത് നിങ്ങൾക്ക് ലഭ്യമാകും. അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ സന്ദർശിച്ച് കൃത്യമായി അതൊക്കെ പഠിച്ച് കൃത്യമായിട്ട് പരീക്ഷയെ അഭിമുഖീകരിച്ച് ഉന്നത വിജയം നേടുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.